വലിയ അനിശ്ചിതത്വത്തിനും കാത്തിരിപ്പിനും വിരാമമാകുന്നു. അങ്ങനെ ഇന്ത്യൻ സൂപ്പർ ലീഗിന് ഗ്രീൻ ഫ്ലാഗ്. 14 ക്ലബ് പ്രതിനിധികളും ഫെഡറേഷൻ അധികൃതരും ചേർന്ന യോഗത്തിലാണ് ഈ തീരുമാനമുണ്ടായത്. ആരാധകർക്ക് വലിയ ആവേശം നൽകുന്ന വാർത്തയാണ് ഇതെങ്കിലും കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം, മഞ്ഞപ്പടയെ സംബന്ധിച്ചിടത്തോളം സന്തോഷവും നിരാശയും കൂടിക്കലർന്നൊരവസ്ഥയിലാണ്. ലോൺ അടിസ്ഥാനത്തിൽ ക്യാപ്റ്റൻ ലൂണയും മൊറോക്കൻ സ്ട്രൈക്കർ നോവ സദോയും ടീം വിട്ടത് തന്നെയാണ് അതിന് കാരണം. ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ 12ാം സീസൺ എന്ന് ആരംഭിക്കുമെന്ന ചോദ്യം ഉയർന്നാൽ അതിന് ഇനി കൃത്യമായ ഒരു മറുപടി പറയാം. 2026 ഫെബ്രുവരി 14 എന്ന്. ആ വലിയ അനിശ്ചിതത്വത്തിനൊടുവിൽ ISLന് പന്തുരുളാൻ പോകുന്നു എന്നത് കായിക മന്ത്രി മൻസുഖ് മാണ്ഡ്യവ തന്നെയാണ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. 14 ക്ലബ്ബുകളെയും ഉൾപ്പെടുത്തിയാണ് ISLന്റെ പുതിയ സീസൺ നടക്കുക. ഹോം എവേ ഫോർമാറ്റിൽ 91 മത്സരങ്ങളാകും ടൂർണമെന്റിൽ ഉണ്ടാകുക. ആദ്യഘട്ട യോഗത്തിന് ശേഷം ഹോം എവേ ഫോർമാറ്റ് ഒഴിവാക്കി 2-3 വേദികളിലായി മാത്രം മത്സരം നടത്താനായിരുന്നു തീരുമാനം. എന്നാൽ ക്ലബ്ബുകൾ ഇതിനോട് എതിർപ്പ് രേഖപ്പെടുത്തിയതിനെ തുടർന്ന് ഹോം എവേ ഫോർമാറ്റിൽ തന്നെ പോരാട്ടങ്ങൾ നടത്താൻ തീരുമാനമായി. എങ്കിലും മത്സരക്രമങ്ങളുടെ കൂടുതൽ വിവരങ്ങൾ ഇനിയും പുറത്തു വരേണ്ടതുണ്ട്. ലീഗ് പൂർണ്ണമായും ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ നേതൃത്വത്തിലാകും നടക്കുക. ലീഗിന്റെ പൂർണ്ണ ചുമതല AIFFന് തന്നെയാണ്. എന്നാൽ കരാറുകാരുടെ അഭാവത്തിൽ ചിലവുകൾ എങ്ങനെയാണ് വഹിക്കുക എന്നതടക്കമുള്ള കാര്യത്തിൽ ഇനിയും വ്യക്തത വരേണ്ടതുണ്ട്. നിലവിലെ റിപ്പോർട്ട് അനുസരിച്ച് 25 കോടിയാണ് ടൂർണമെന്റിന് ചിലവാവുക. ഇത് ഫുട്ബോൾ ഫെഡറേഷനും കമേഴ്ഷ്യൽ പാർട്ണറും ചേർന്ന് വഹിക്കും. എന്നാൽ പുതിയൊരു കരാറുകാരെ കണ്ടെത്താനാവാത്തതിനാൽ ചിലവുകളുടെ കാര്യത്തിൽ ഇനിയും വ്യക്തത വരണം. പുതിയൊരു കരാറുകാരെ കണ്ടെത്തുന്നതുവരെ ISLനായി 14 കോടിയും ഐ ലീഗിനായി 3.2 കോടിയും ഫെഡറേഷൻ മാറ്റിവെക്കും. ISL നീണ്ടുപോയതോടെ പല പ്രമുഖ താരങ്ങളും ISL വിട്ട് മറ്റ് വിദേശ ക്ലബ്ബുകളിലേക്ക് കൂടുമാറിയിരുന്നു. പ്രവർത്തനങ്ങൾ നിർത്തിവെക്കുന്ന തീരുമാനത്തിലേക്കും പല ക്ലബ്ബുകളും നീങ്ങി. ഇപ്പോൾ ടൂർണമെന്റ് ആരംഭിക്കുമ്പോൾ വലിയ പ്രതിസന്ധി തന്നെയാണ് ക്ലബ്ബുകൾക്ക് മുന്നിലുള്ളതെന്ന് നിസ്സംശയം പറയാം.